അപ്പാനി കുറച്ചു മുമ്പ് നമ്മുടെ അനുമോളുടെ കീഴെ വന്നിരുന്നിട്ട് മാക്സിമം അങ്ങോട്ട് വെളുപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു പരിപാടി എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടെ. എന്താണ് അപ്പാനിയുടെ പ്രശ്നം? ഇന്നലെ രാത്രി അവിടെ കിടന്ന് അലമുറയിട്ട് ഒച്ച വെക്കുന്നുണ്ടായിരുന്നു. ഇന്നായപ്പോഴത്തേക്ക് രാവിലെ പോയി പൂച്ചക്കുഞ്ഞിനെ പോലെ ഇങ്ങനെ ഇരിക്കുക. മോളെ തുന്തരി, അത് തെറ്റല്ലേടി, അങ്ങനെ ചെയ്യരുതടി, പ്രശ്നമൊക്കെ വരുവടി, പക്ഷെ ജീവിതമില്ലേടി പുറത്ത് എന്നൊക്കെ പറഞ്ഞ് വലിയ വലിയ നെടുനീളം ഡയലോഗുകളും ഒക്കെ ആയിട്ട് അനുമോളുടെ കീഴെ ഇരിപ്പുണ്ട്. അനുമോൾക്ക് പറയാനുള്ളതൊക്കെ അനുമോള് പറയുന്നുണ്ട്. പിന്നെ നമ്മുടെ ജിഷിൻ, അതിനു മുമ്പാണ് നമ്മുടെ ജിഷിൻ മാമൻ അനുമോക്ക് സപ്പോർട്ടായിട്ട് കയറിയതാണെന്ന് എനിക്ക് തോന്നുന്നു. പുറത്തെ PR-ഉം ഹെവി. ഒന്നാമത് ജിഷിന്റെ കൈയിരിപ്പിന് നല്ല തെറിവിളി കിട്ടുന്നുണ്ട്. അപ്പൊ അനുമോളുടെ കൂടെ ഇരുന്ന് ഒന്ന് എന്താണെന്ന് കൂടെ പിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് നെഗറ്റിവിറ്റി ഒക്കെ ഒന്ന് മാറി ഒരു സപ്പോർട്ട് കിട്ടുമെന്ന് വിചാരിച്ചിട്ടായിരിക്കാം അനുമോളുടെ അടുക്ക് വന്നിരുന്ന് കൈയൊക്കെ പിടിച്ചിരുന്ന് മോളെ എനിക്ക് നിന്നെ ഷാനവാസിനെ നേരത്തെ തൊട്ട് അറിയാവുന്നല്ലടാ, നിങ്ങൾ കപ്പെടുക്കണ്ടോണ്ടാ എന്നൊക്കെ പറഞ്ഞ് പിന്നെ വലിയ വലിയ കഥകളാണ്. അതില്ല നൂറയൊക്കെ പുറകിൽ നിന്ന് കുത്തിയ കഥയും ഇതിനെപ്പറ്റിയൊക്കെ ഇരുന്ന് അങ്ങോട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പൊ ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേറ്റിലേക്ക് ഏവർക്കും പ്രിയപ്പെട്ടവരെ അങ്ങോട്ട് സ്വാഗതം. അപ്പോൾ ആദ്യമേ തന്നെ ഒരു കാര്യം പറഞ്ഞേക്കാം, എല്ലാവരും വീഡിയോക്ക് ഒരു ലൈക്ക് തരിക. കമന്റ് ബോക്സിന് ഇവിടെ മറ്റേ ഹൈപ്പ് വീഡിയോ ഉണ്ടല്ലോ, അതിലും ക്ലിക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പ്രിയപ്പെട്ടവർ ഒന്ന് സബ്സ്ക്രൈബ് തുടക്കത്തിൽ തന്നെ അങ്ങ് ചെയ്തേക്കണേ, മാറ്റി വെക്കല്ലേ, എല്ലാം കഴിഞ്ഞിട്ട് ചെയ്യാമെന്നും പറഞ്ഞ്. ഇനി നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. നമ്മുടെ മുൻഷിച്ചേട്ടൻ, പുള്ളിക്ക് എന്താണ് പുള്ളിയുടെ പ്രശ്നമെന്ന് എനിക്ക് ഒരു പിടുത്തവും കിട്ടുന്നില്ല. പുള്ളി പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു അതിനകത്ത് ഓടുന്ന കണ്ടന്റുകളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഡെയിലി എന്തെങ്കിലുമൊക്കെ വഴക്കുണ്ടാക്കണം, എന്തെങ്കിലുമൊക്കെ ചുമ്മാ ആവശ്യമില്ലാത്ത അലിഗേഷൻസ് അങ്ങ് തുറന്നു പറയുക. അത് കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ പുറത്ത് അടുത്ത ആൾക്കാർ വരും. അങ്ങനെ ഒരുപാട് അങ്ങോട്ട് ഒച്ചയും ബഹളവും ചൂടാവലും ഒക്കെ ഉണ്ടെങ്കിൽ നിന്ന് പോകാം എന്നുള്ളൊരു സാധനം പുള്ളിയുടെ തലയിൽ, അല്ലെങ്കിൽ അത് ഒരുപാട് ആൾക്കാർ നിന്ന് പോയിട്ട് ഇനിയും കാര്യമില്ലല്ലോ ഇനി പോട്ടെ. പക്ഷെ എൻ്റെ വായിൽ നിന്ന് വീണൊരു മിസ്റ്റേക്ക്. പക്ഷെ ആളുകൾ ഒരുപാട് സപ്പോർട്ട് ചെയ്യും, ചുമ്മാ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ചുമ്മാ ഒച്ചയും ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരുന്നാൽ എന്നുള്ളൊരു തെറ്റിദ്ധാരണ പുള്ളിയുടെ മനസ്സിൽ കയറിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൻ്റെ പുറത്ത് തന്നെ പുള്ളി ഇന്ന് രാവിലെ ഇരുന്ന് പറയുന്നത് കേട്ടു, ഇവിടെ കിടന്ന് ഒച്ച വെക്കുന്നതിലൊന്നും അല്ല കാര്യം, ഡിസിപ്ലിൻ അത് ഈ വീടിന് വലിയ ഒരു അത്യാവശ്യമാണ്, ഈ വീട് എങ്ങനെ നോക്കുന്നു അതിലൊക്കെയാണ് കാര്യം എന്നൊക്കെ ഈ മാമൻ വലിയ എന്തോ കണ്ടുപിടിച്ചാണ് കണ്ടിരുന്ന് പറയുന്നത്. അല്ല, ഈ പുള്ളിക്കിപ്പോൾ ഇത് തുടക്കത്തിൽ വന്നപ്പോൾ അറിയത്തില്ലായിരുന്നോ? അല്ല, ഈ തുടക്കത്തിൽ ഈ പരിപാടിയാണല്ലോ പുള്ളിയോടെ ചെയ്തത്. ഒരാളോട് ഒരു കാര്യത്തിനും മിണ്ടുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഏതെങ്കിലും ഒരു മൂലയിൽ ഇങ്ങനെ ഇരിക്കും, വരും, കഴുകിയും പോകും. ഡിസിപ്ലിൻ നോക്കിയിരുന്നിട്ട് പ്രത്യേകിച്ച് ഒന്നും മാമൻ ഉണ്ടാക്കാൻ പറ്റിയില്ല. വീണ്ടും വന്നിരുന്നിട്ട് മാമൻ അത് തന്നെ പറയുന്നു. അപ്പൊ എനിക്ക് മനസ്സിലായത് അതിവിടെ വർക്കൗട്ട് ആവത്തില്ല, ഒച്ചയും ബഹളവും ഒക്കെ വേണം എന്നുള്ളൊരു സാധനം ഉള്ളിൽ വെച്ചിട്ടാണ് തോന്നി ഈ സാധനം പുള്ളി പുറത്തേക്ക് അങ്ങോട്ട് തട്ടി വിടുന്നതെന്ന് എനിക്കൊരു സംശയം. ഇല്ലെങ്കിൽ മിനിയാന്ന് കയറി വന്നപ്പോൾ തൊട്ട്, മിനിയാന്നല്ലല്ലോ ഇന്നലെയല്ലേ എത്തിയത്, കയറി വന്നപ്പോൾ തൊട്ട് ഇങ്ങനെ പള്ളിയാ പിടിക്കുന്ന മൊത്തവും അല്ലേ? എനിക്കങ്ങനെയാ തോന്നിയത്. നമ്മുടെ അനീഷേട്ടൻ്റെ അടുക്ക വന്ന് കയറി ഉടനെ ചൊറിയുന്നു. അനീഷേട്ടൻ ലാസ്റ്റ് ഒരൊറ്റ ഡയലോഗ് പരിപാടി തീർത്തു, ചേട്ടാ മൂന്നാമത് ഒരുത്തിന് ഇതിനകത്ത് ഇടപെടണ്ട, അത് പറഞ്ഞ് തീർത്ത കേസാ, ഓക്കെ മോനെ. അത് കഴിഞ്ഞിട്ട് പിന്നെ അനുമോളുടെ പുറകെ, ഇന്നലെ റെനെ കണ്ടപ്പോൾ റെനയുടെ പുറകെ. എന്ത് കാര്യത്തിന് റെനയുടെ പുറകെയൊക്കെ എന്തിനാ ഓടിയിടന്ന്? ചുമ്മാ ചോദിച്ചില്ലേ, ചുമ്മാ എന്ത് മാമൻ്റെ ആണ മുൻഷി മാമൻ. അപ്പോൾ എന്താണെങ്കിലും ഇങ്ങനെയുള്ള കുറച്ച് കലാപരിപാടികൾ രാവിലെ നടക്കുന്നുണ്ട്. ഇത് കഴിയുമ്പോഴാണ് അനുമോൾ ജിഷിൻ, ഇതിനിടയ്ക്ക് വേറെ കുറേ ചെറിയ പൊട്ടും പൊടാപ്പും ഒക്കെ അവിടെ നടക്കുന്നുണ്ട് കേട്ടോ. അത് വലിയ കാര്യമൊന്നുമല്ല. നമ്മുടെ സറിഗയുടെ ചെറിയ വിട്ട കേസാണ്. എനിക്ക് താല്പര്യമില്ല പറയാനായിട്ട്. കാരണം ഡയലോഗ് ഡി മാത്രമേ ഉള്ളൂ സാറിക ചേച്ചിക്ക് പ്രത്യേകിച്ച് ഒരു മാങ്ങാണ്ടി ഇല്ലാത്തതുകൊണ്ടാണ് തുടക്കത്തിൽ തന്നെ ഇങ്ങനെ പുറത്തു പോകുന്നത്. പക്ഷേ സാറിക ചേച്ചിയാണ് ദ ലേഡി ബിഗ് ബോസ് എന്നൊക്കെ, നമ്മുടെ ലേഡി സൂപ്പർ സ്റ്റാർ എന്നൊക്കെ പറയുന്ന കണക്ക് ലേഡി ബിഗ് ബോസ് എന്നൊക്കെ സ്വന്തമായിട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ടിരുന്ന് പറയുന്നത് കേട്ടു. എന്തെങ്കിലുമൊക്കെ കാണിക്കട്ടെ. എന്താണെങ്കിലും നമ്മുടെ അനുമോള് ജിഷിനും കൂടി രാവിലെ കുറച്ചു നേരം സംസാരിക്കുന്നുണ്ട്. അനുമോളിപ്പോൾ പറയുന്നുണ്ട്, ഇന്നലെ ഒരുത്തി കയറി ഷോ ഓഫ് കാണിച്ചില്ലേ ചേട്ടാ, ആരെ പറ്റിയാണെന്ന് അറിയാമല്ലോ, അതിലെ പറ്റിയിട്ട്. ഇന്നലെ ഒരുത്തി കയറി ഷോ ഓഫ് കാണിച്ചല്ലോ, കൂടെ ഇരുന്ന് എന്നാ ഈ കാണിക്കുന്നതൊക്കെ എന്തൊക്കെയാ എന്നൊക്കെ അന്ന്, ഇപ്പോഴല്ല അന്ന് നമ്മുടെ അപ്പാനിയുടെയും ബിൻസിയുടെയും പരിപാടികളൊക്കെ കണ്ടപ്പോഴത്തേക്ക് അന്ന് പറഞ്ഞതാണ് എൻ്റെ കൂടെ ഇരുന്നിട്ട് ഇവരെന്താ ഈ കാണിക്കുന്നതെന്നൊക്കെ. കിടക്കുന്നതും ഇരിക്കുന്നതും അത് നമ്മൾ സംസാരിച്ചു. അതായത് അപ്പാനിയും നമ്മുടെ അക്ബറും അപ്പാനിയും ബിൻസിയും കിടക്കുന്നതും ഇരിക്കുന്നതും ഒക്കെ ഞങ്ങൾ സംസാരിച്ചു. ഇവരെന്താ ഇങ്ങനെ കാണിക്കുന്നത് എന്നും പറഞ്ഞു. അവൾ എന്നാ അന്ന് ഇട്ടിരിക്കുന്ന, ഒരു ദിവസം അവൾ ഇട്ടിരുന്ന ഡ്രസ്സ് അത് കുറച്ച് വൾഗറായിരുന്നു. അത് അവൾ ശ്രദ്ധിച്ചില്ല. അവൾ ആ ഡ്രസ്സ് അവൾക്ക് അന്ന് കിട്ടിയതാണ്, അവൾ ആ ഡ്രസ്സ് എടുത്തിട്ടു. പക്ഷെ അത് കുറച്ച് അവൾ ശ്രദ്ധിച്ചില്ല, അത് കുറച്ച് വൾഗറായിട്ടായിരുന്നു കിടക്കുന്നത്. ആ സമയത്ത് സൈത്യ ആദ്യമേ തന്നെ പറഞ്ഞു, ഇവൾ എന്താ ഈ കാണിക്കുന്നത് എന്ന്
അവളിങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു സൈത്യ, ഇവളെന്തോ ഈ കാണിച്ചോണ്ടൊക്കെ ഇരിക്കുന്നത്. അപ്പം ഞാനും ചോദിച്ചു, ആ ശരിയാ, എന്താ കാണിക്കുന്നത്? അനുമോള് മറ്റേ നിഷേധിക്കുന്നൊന്നുമില്ല. ഞാനും ചോദിച്ചു എന്താ ഇവളീ കാണിക്കുന്നതെന്ന് ചോദിച്ചിട്ട് ഉറപ്പായിട്ടും ഈ ഒരു സ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ സംസാരിച്ചിരിക്കുന്ന അനുമോളായിരിക്കും. പക്ഷെ അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ സൈത്യമോള് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇവളെന്താ ഈ കാണിക്കുന്നതെന്നൊക്കെ. അവൾ മാത്രമല്ല ആദില, നൂറ ഇവരും കൂടെ പിടിച്ചിട്ടുണ്ടായിരുന്നു. അയ്യേ, എന്താ ഇവളീ കാണിക്കുന്നത്, ഇങ്ങനെയൊക്കെയാണോ ഡ്രസ്സ് ഇടുന്നത്, ഇങ്ങനെയാണോ അവൻ്റെ കീഴതേ പോയിരിക്കുന്നു, കിടക്കുന്നു, മറയുന്നു, ഇങ്ങനെയുള്ള സംസാരങ്ങൾ അവരും സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പല മൂലയിലും പല കോർണറിലും ഇരുന്ന് ഈ ഒരു വിഷയം സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് ഇന്നലെ എന്തായി, എല്ലാവരും ഇതെടുത്ത് അനുമോളുടെ നെഞ്ചത്തോട്ട് അങ്ങ് വെച്ചു കൊടുത്തു. അതാണ് സംഭവിച്ചത്. ആദില, നൂറ കളിച്ചത് പിന്നെ അവരുടെ ഗെയിമാണ്, തീരാൻ പോവുക. എല്ലാവരും കൂടെ വന്ന് അനുമോളൊക്കെ അറ്റാക്ക് ചെയ്യുന്ന കണ്ടപ്പോഴത്തേക്ക് ഓക്കെ, ഞങ്ങൾ കൂടെ എടുത്തിട്ടേക്കാം. അങ്ങനെയാണെങ്കിൽ അനുമോളുടെ കാര്യം ഗോപി, ഞങ്ങൾ രണ്ടുപേരും ഫൈനൽ 5-ൽ. ഒന്നാമത് ആദിലേക്ക് നൂറയ്ക്ക് ഒരു പേടിയുണ്ട് അടിച്ച് പുറത്ത് പോകുമെന്ന്. ബാക്കിയുള്ള 5 പേരും സ്ട്രോങ് ആണെന്ന് അറിയാം, ഇല്ലേ? ബാക്കിയുള്ള 5 പേരും സ്ട്രോങ് ആണെന്ന് അറിയാം. അപ്പൊ ആകെ ഇച്ചിരി പണി കിട്ടാൻ സാധ്യത ആദിലേക്ക് നൂറയ്ക്കേ ഉള്ളൂ. ആ ഒരു പേടി ഉള്ളിൽ കിടന്നുകൊണ്ടാണെന്ന് തോന്നുന്നു എല്ലാവരും കൂടെ വന്ന് അനുമോളെ അങ്ങോട്ട് അറ്റാക്ക് ചെയ്തപ്പം ആദിലയും കൂടെ കയറി അങ്ങോട്ട് കൊളുത്തിയത്. പക്ഷെ ആദില മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അല്ലെങ്കിൽ വിട്ടുപോയൊരു കാര്യം, അവർക്ക് പ്രത്യേകിച്ച് നോക്കാനൊന്നുമില്ല. ഈ കഴിഞ്ഞ ദിവസം വരെ മറ്റേ ഉമ്മ എന്ന് പറഞ്ഞ് നിന്നാണല്ലോ ആദില മറ്റേ നമ്മുടെ അനുമോളുടെ അടുക്ക് ചെന്നിട്ട്. എന്നിട്ട് ഇവരെ കണ്ട ഉടനെ ഇവരെടുത്ത് വെച്ച് കീറിയപ്പോഴത്തേക്ക് കൂടെ നിന്ന് കീറാൻ പോയപ്പോൾ അവിടെ കട്ടപ്പമാരായി മാറും ആദിലയും നൂറയും. എനിക്കതാ മനസ്സിലാവുന്നത്. പ്രത്യേകിച്ച് അനുമോളിരുന്ന് പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞില്ല എന്ന് പറയുന്നില്ല, പക്ഷെ എൻ്റെ കൂടെ അന്ന് അവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ശൈത്യ ഉൾപ്പെടെ ഈ ഒരു വിഷയത്തിൽ അപ്പാനിയുടെയും ബിൻസിയുടെയും കേസിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അനുമോള് പറയുന്നുണ്ട് എൻ്റെ സൈഡിൽ വന്നൊരു മിസ്റ്റേക്ക്, അതായത് ജിഷ്ണോടെ പറയുന്നത് എൻ്റെ സൈഡിൽ ഒരു മിസ്റ്റേക്ക് ഉണ്ടായിട്ടുണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. അതായത് അപ്പാനിയെടുക്കെ അന്ന് കിച്ചണിൽ കിടന്ന് ഒരു ചെറിയ ഒരസിലുണ്ടായപ്പോൾ ഞാൻ അപ്പാനിയോട് പറഞ്ഞു നീ കാരണമാണ് അവൾ പുറത്ത് പോകേണ്ട വന്നത് എന്നൊരു സാധനം ഞാൻ പറഞ്ഞു. അത് പറയരുതായിരുന്നു, അത് തെറ്റായിപ്പോയി, അതിന് ഞാൻ ക്ഷമ ചോദിച്ചിട്ടുണ്ട് എന്നൊക്കെ അനുമോള് പറയുന്നുണ്ട്. അത് തെറ്റല്ല, അത് തെമ്മാടിത്തരമായി പോയി, അത് പറയണം. അപ്പോൾ എന്താണെങ്കിലും ആ ഒരു പരിപാടി അവിടെ അനുമോള് പറയുന്നുണ്ട്. എന്നിട്ട് അനുമോള് പറയുന്നുണ്ട് പുറത്ത് എന്തെങ്കിലും നെഗറ്റിവിറ്റി വന്നിട്ടുണ്ടായിരിക്കും അവർക്ക്, അത് വെള്ള പൂശാൻ വേണ്ടിയാണ് ഇന്നലെ ഇത്രയും ബഹളം ഉണ്ടാക്കിയത് എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. അപ്പം ഞാൻ ആലോചിച്ചു, ഇന്നലെ രാത്രിയിൽ നമ്മുടെ ഇവരെല്ലാവരും കൂടെ ഉള്ളൊരു അടി കഴിഞ്ഞിട്ട് ബിൻസി വന്നിരുന്നപ്പോൾ ബിൻസിയോട് കുറച്ച് നീറ്റായിട്ട് സംസാരിച്ചതാണ് അനുമോള്. ജിഷ്ണോട് എന്നിട്ട് സംസാരിച്ചപ്പം വെള്ള പൂശാൻ വേണ്ടി വന്നിരുന്നതാണെന്നൊക്കെയാണ് പറയുന്നത്. അത് ചിലപ്പം 2 പേരും വെള്ള പൂശാൻ തുടങ്ങിയതാണ് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നു അപ്പാനിക്കിട്ട് കുത്തിയൊരു കുത്തായിരിക്കാം അത്. കാരണം ബിൻസി അതിനെപ്പറ്റി ആ ഒരു ടോക്ക് നമുക്ക് പുറത്ത് സംസാരിക്കാമെന്ന് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്. പിന്നെ ഇന്നലെ വൈകുന്നേരം വീണ്ടും ഈ ഒരു സംസാരം വന്നപ്പോഴാണ് ബിൻസി കയറി അങ്ങോട്ട് ചൂടായത്. പിന്നെ ബിൻസി കയറി ചൂടായപ്പോഴത്തേക്ക് ഒരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിൻസിയുടെ വസ്ത്രധാരണം അത് ബിൻസിയുടെ ഇഷ്ടമാണ്, അവിടെ നമുക്ക് പോയി കുറ്റം പറയാൻ പറ്റത്തില്ല. പിന്നെ അവരുടെ ഇരിപ്പിനെ അല്ലെങ്കിൽ അവർ കൈ പിടിച്ചിരിക്കുന്നോ കിടന്നോ അങ്ങനെ എന്തോ സീനാണ് ഈ പൊട്ടിയത്. അപ്പം ബിൻസി ഇന്നലെ ചോദിച്ചൊരു ചോദ്യമുണ്ട്, അനുമോള് അനീഷേട്ടനെ മനസ്സിലായില്ലേ, കണ്ണും കലാശവും കാണിച്ചില്ലേ എന്ന്. പക്ഷെ അനുമോൾ ആ പരിപാടി കാണിക്കുമ്പോൾ കാണുന്ന നമുക്കൊക്കെ അറിയായിരുന്നു ഇത് തമാശയാണെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു. പക്ഷേ അത് അനീഷേട്ടന് സീനായി. അത് പുള്ളിയെ കുറ്റം പറയാൻ പറ്റത്തില്ല, കാരണം പുള്ളി ഒരു ലോല മനസ്സിന് ഉടമസ്ഥനാണ്, പിടികിട്ടിയില്ലേ. പിന്നെ പുള്ളിയുടെ ജീവിതം അതെല്ലാം പുള്ളി ചിലപ്പോൾ ഇങ്ങനെ ഒരാൾ കുറേ വർഷങ്ങൾക്ക് ശേഷം ഒരു സ്നേഹം കാണിച്ചു, അത് കുറച്ച് റിയൽ ആണെന്ന് പുള്ളിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അതിനകത്ത് കുറ്റം പറയാൻ പറ്റത്തില്ല. ഏതൊക്കെയോ മൊമെന്റ്സിൽ അനുമോള് കുറച്ച് ഓവറാണെന്ന് നമുക്ക് തോന്നിയിട്ടുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ അനുമോള് കാണിക്കുന്ന ഓരോ ആക്റ്റും അത് തമാശ രീതിയിലാണെന്ന് അത് ഷോ കണ്ട ലൈവ് കണ്ട അത്യാവശ്യം ബോധമുള്ള ഏതൊരുത്തനും മനസ്സിലാവും. മറ്റേ ഇന്ന പിടിച്ചോ ചേട്ടാ എന്നും ആ ഒരു മനസ്സിലായില്ല, ആ ഒരു ആക്ടിങ് പരിപാടീസ് അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഒരു പരിധി കൂടുതൽ അത് വേണ്ടായിരുന്നു എന്ന് ഞാൻ ഇപ്പോഴും പറയും, മനസ്സിലായില്ലേ. അതും ആദില നൂറയുടെ കേസുമായിട്ട് അങ്ങോട്ട് നമുക്ക് താരതമ്യം, ആദില നൂറ കേസെന്ന് നമ്മുടെ ബിന്നി അപ്പാനി കേസുമായിട്ട് നമുക്ക് അങ്ങോട്ട് മിക്സ് ചെയ്യാൻ പാടില്ല. പക്ഷെ ബിന്നി അപ്പാനി കേസിൽ നമുക്ക് ഒരുപാടൊന്നും അങ്ങോട്ട് വലിച്ചു കീറേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ എന്താണെങ്കിലും ഇതൊക്കെയാണ് അവിടെ ഇരുന്ന് സംസാരിക്കുന്നത്. എന്നിട്ട് ജിഷ്ണോട് പറയുന്നുണ്ട് അപ്പാനി വന്ന ഉടനെ ഞാൻ ചോദിച്ചതാ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ഞാൻ ചോദിച്ചതാ. കാരണം അന്ന് ഞാൻ ഈ ഒരു സാധനം പറഞ്ഞുകൊണ്ട് അവൾ ഇറങ്ങിപ്പോയത് നിങ്ങൾ കാരണമാണെന്നുള്ളൊരു സാധനം പറഞ്ഞുകൊണ്ട് ഇനി വീട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളൊരു കാര്യം ഞാൻ പുള്ളിയോട് ചോദിച്ചതാ. പുള്ളി ആവുന്ന ഒരു പ്രശ്നവും ഇല്ലെന്നാണ് പറഞ്ഞത്. പിന്നെ എന്താണ് അവർ ഇപ്പം ബിന്നി കഴിച്ചാലേ അപ്പാനി കഴിക്കൂ, അപ്പാനി കഴിച്ചാലേ ബിന്നി കഴിക്കൂ. ഈ ഒരു സെറ്റപ്പിൽ ഇങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ അനുമോള് പറയുന്നുണ്ട്. ഞാൻ അതൊന്നും കണ്ടിട്ടില്ല കേട്ടോ, ഇങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അത് പുറത്ത് വിട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നൊന്നും നമുക്ക് അറിയത്തില്ല എന്നൊക്കെ അനുമോള് പറയുന്ന കേട്ടു ജിഷിൻ്റെ ഇടയ്ക്ക്. അപ്പം ഞാൻ ആലോചിച്ചു, അനുമോള് പറയുന്നത് സത്യമാണോ ഇല്ലയോ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം നമ്മൾ കാണാത്ത ഒരുപാട് കാര്യങ്ങളുണ്ടെന്നാണ് പറയുന്നത്, കുറേയൊക്കെ കട്ട് ചെയ്ത് കളയുന്നുണ്ട്.
അപ്പൊ അതിനകത്ത് വല്ലതും മുക്കി കളഞ്ഞിട്ടുണ്ടോ, ഇത് സംഭവിച്ചതാണോ, ഇനി അനുമോൾ ചുമ്മാ പറയുന്നതാണോ നമുക്ക് അറിയത്തില്ല. പക്ഷെ ഇങ്ങനൊരു കാര്യം കൂടെ അനുമോൾ പറയുന്നുണ്ട്, മനസ്സിലായില്ലേ? അതായത് ബിന്നി കഴിച്ചാലേ അപ്പാനി കഴിക്കൂ, അപ്പാനി കഴിച്ചാലേ ബിന്നി കഴിക്കൂ, ഇങ്ങനൊരു സെറ്റപ്പ് ഇവരുടെ ഇടയ്ക്ക് ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. ചിലപ്പോൾ അതുമൊക്കെ കൊണ്ടായിരിക്കാം ചിലപ്പോൾ അങ്ങനെയുള്ള ഡയലോഗുകൾ ചിലപ്പോൾ പറഞ്ഞത്, മനസ്സിലായില്ലേ? ഇപ്പൊ നമ്മുടെ ബിന്നി മസ്താനിയായിട്ട് ഉടക്കുന്ന ഒരു സീനാണ് കേട്ടോ ലൈവിൽ കാണിക്കുന്നത്. അത് വേറൊന്നും കൊണ്ടല്ല, അതിന് മുമ്പ് നമ്മുടെ ആദില, നൂറ, മസ്താനി ഇവർ 3 പേരും കൂടെ ബെഡ്റൂമിൽ ഇരുന്നിട്ട് മസ്താനിക്കുണ്ടായ സൈബർ അറ്റാക്കുകളെ പറ്റി ഗംഭീരമായിട്ട് അങ്ങോട്ട് വിശദീകരിക്കുന്നുണ്ട്. മസ്താനി വിശദീകരിക്കുന്നുണ്ട് ആദില, നൂറയുടെ. അറിയാലോ, ചെറുതായിട്ടൊന്നും അല്ല മസ്താനിക്ക് കിട്ടിയത്, നല്ല കനത്തിലാണ്. അത് മസ്താനിയുടെ കയ്യിരിപ്പിന്റെയാണ്. ഇപ്പൊ ദാ ബിൻസിയോട് ഉടക്കിക്കൊണ്ടിരിക്കുക. ബിൻസിയോട് ഉടക്കുമ്പോഴും പറയുന്നത് ബിൻസിയുടെ അച്ഛനൊക്കെ, നിന്റെ അച്ഛന്റെ ഓട്ടോയിൽ ആ ഒരു ഡയലോഗൊക്കെ പറയുന്നുണ്ട്. പ്രൊമോയിൽ കണ്ടതാണ്, ഞാനിപ്പോൾ അത് കാണാം. ഞാൻ ആ ലൈവിൽ എന്തൊക്കെയാണ് കംപ്ലീറ്റ് ആയിട്ട് നടക്കുന്നതെന്ന് കണ്ടിട്ട് അടുത്ത വീഡിയോയിൽ നല്ല രീതിയിൽ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇപ്പോൾ അത് നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ വീഡിയോ ഞാൻ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ, ഞാനത് കാണാം, കണ്ടിട്ട് പറഞ്ഞു തരാം കേട്ടോ. എന്താണെങ്കിലും ആ പറഞ്ഞതൊക്കെ എന്തിന്റെ പേരിലാണെങ്കിലും തെമ്മാടിത്തരം തന്നെയാണ്. പിന്നെ അപ്പാനി നമ്മുടെ അപ്പാനി എന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ അനുമോളുടെ അടുക്ക് വന്നിരിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇവർ രണ്ടുപേരും കൂടെ കുറച്ച് നേരം സംസാരിക്കുന്നുണ്ട്. അപ്പാനി അങ്ങ് ഭയങ്കര കുലീനതനായി താന്ന് കേണ് അനുമോളെ തുത്തിരി ചുന്ദരി, മാമൻ അങ്ങനെ ചെയ്തല്ലടി, മാമൻ ഇങ്ങനെ പറഞ്ഞാടി, മാമൻ ഒച്ചയൊന്നും വെക്കുന്നില്ലല്ലോ, മാമൻ ഇപ്പോഴും നിങ്ങളെല്ലാവരോടും ക്ഷമിച്ച് നല്ലൊരു കുട്ടനായിട്ട് മാമൻ ഇങ്ങനെ പോവാണ് എന്നുള്ള രീതിയിലുള്ളൊരു ടോണിലാണ് പുള്ളിയുടെ സംസാരം. ഇന്നലെ രാത്രി അക്ബറിനോട് പറയുന്നത് കേട്ടു, അവളോട് നമുക്ക് വെറുപ്പൊന്നുമില്ല, പക്ഷെ അവളെ ഇനി നമ്മൾ ലൈഫിൽ അടുപ്പിക്കത്തൊന്നുമില്ല, അവള് പോട്ടെ. ഈ ഒരു മൂടൊക്കെ ഇന്നലെ വലിയ കാര്യത്തിൽ ദേഷ്യത്തോടെ അക്ബറിനോട് പറയുന്നുണ്ട്. പക്ഷെ അനുമോളുടെ അടുക്ക് വന്നിരുന്നു കഴിയുമ്പോൾ പാപം പൂച്ചക്കുഞ്ഞ, അതിൻ്റെ ആവശ്യം എന്താ? അപ്പാനി മറന്നു പോവുകയാണോ? അതിനകത്ത് കയറി എല്ലാം ജനങ്ങൾ കാണുന്നുണ്ടെന്ന് അപ്പാനി മറന്നു പോവുകയാണോ? അതോ ഇനി കുറെ കാര്യങ്ങൾ പുറത്ത് കാണിക്കാത്തത് കൊണ്ട് എല്ലാം ഒന്നും പുറത്ത് വിടത്തില്ല എന്നുള്ളൊരു ധൈര്യത്തിലാണോ ഈ അവിടെ പോയിരുന്ന് വേണ്ട അത് ശരിയാവത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവളെ അടുപ്പിക്കത്തില്ല? അവളെ എനിക്കറിയാം. അനുമോളോടും പറയുന്നുണ്ട്, നിന്നെ എനിക്കറിയാം, നീ ഇപ്പം എന്ത് പറയുമെന്നും നാളെ എന്ത് ചെയ്യുമെന്നൊക്കെ എനിക്കറിയാം, അത് നോക്കിയാണ് ഞാൻ നിൽക്കുന്നത്, പക്ഷേ ദേഷ്യമൊന്നുമില്ല എന്നൊക്കെ പറയുന്നുണ്ട്, വെളുപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ ടോപ്പിക്കേ വിടുക. ഇനി ബിൻസി അപ്പാനി കേസിൻ്റെ പുറകെ പോയി കഴിഞ്ഞാൽ അത് നല്ല രീതിയിൽ നാറുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം ആ കേസൊന്ന് ഒതുങ്ങിയിരിക്കുക, പിന്നെ അതും കുത്തിപ്പൊക്കാതിരിക്കുക. അപ്പം അപ്പാനി വന്നിട്ട് അനുമോളുടെ സംസാരിക്കുന്നുണ്ട്, എന്നിട്ട് എണീറ്റ് പോകുന്നുണ്ട്. അത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഷാനവാസ് വന്നിരിക്കുന്നുണ്ട്. അവർ ജസ്റ്റ് നോർമൽ കോൺവെർസേഷൻസ് ഒക്കെ. ഇപ്പം എന്നിട്ട് നമ്മുടെ അനുമോള് പ്രവീണിൻ്റെ കൂടെ ഇരുന്ന് കഥകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അനുമോളെ നീ കപ്പ് വീട്ടിലോട്ട് കൊണ്ടുപോകത്തില്ലേ എന്നുള്ള രീതിയിലുള്ള ടോക്കൊക്കെ. അതായത് നമ്മുടെ ഈ പ്രവീൺ ഇതിനായിട്ടും വീട്ടിൽ പോയിട്ടില്ല. അപ്പം അനുമോള് ചോദിക്കുന്നു, എന്താ വീട്ടിൽ പോകണ്ടേ, ഞാനാണെങ്കിൽ അച്ഛനമ്മയും കാണാൻ കാത്തിരിക്കുക. നിനക്ക് അച്ഛനമ്മയും കാണാൻ പോകുമ്പോൾ കപ്പും കൊണ്ട് പോലോ എന്നുള്ള രീതിയിലുള്ള ടോക്കൊക്കെ പ്രവീൺ ഇടുന്നുണ്ട്. കാരണം പ്രവീണൊക്കെ അറിയാം ഒരു ഗവൺമെന്റ് സപ്പോർട്ട് അനുമോക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കൂടുതലൊന്നും വെറുപ്പിക്കാതെ പോയി ഇങ്ങനെ ഇരുന്ന് കൊടുക്കുന്നത്. അപ്പാനിയാണെങ്കിൽ പോലും ഇല്ലെങ്കിൽ ചിലപ്പോൾ അപ്പാനിയുടെ റിയൽ ക്യാരക്ടർ വെച്ച് പൊളിക്കേണ്ടതാണ്. പക്ഷെ അങ്ങനെയുള്ള പരിപാടിക്കൊന്നും അപ്പാനിയും മുതിർന്നിട്ടില്ല. ആകെ അത് വിട്ട് കളിക്കുന്നത് ആദില, നൂറയാണ്. കാരണം അവർക്ക് പുറത്തുള്ള പരിപാടി എന്താണെന്ന് അറിയത്തില്ല, മനസ്സിലായില്ലേ? പ്രോപ്പറായിട്ടുള്ളൊരു പുറകിൽ നിന്നുള്ളൊരു കുത്താണ് അവർ ചെയ്തത്. ഇല്ലെങ്കിൽ ഒന്നും മിണ്ടരുതായിരുന്നു അവർ. ഇത് നൈസായിട്ട്, പ്രത്യേകിച്ച് ഇന്നലെ ആദില പറഞ്ഞ ആ ഒരു ഡയലോഗ്, അത് വലിയ പ്രശ്നമാവും. കാരണം അനുമോളത് പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞിട്ടുണ്ട്, അവരും എൻ്റെ കൂടിരുന്ന് പറഞ്ഞ ആൾക്കാരാ എന്ന് പറയുന്നുണ്ട്. അവിടെ തീർന്നു, പിടികിട്ടിയില്ലേ? അവിടെ തീർന്നു. പിന്നെ അനുമോൾ ഇന്നലെ അത് അവിടെ കിടന്നിട്ട് അനുമോൾ പറയുന്നുണ്ട്, എനിക്ക് ഒച്ചയും വെള്ളവും വെക്കാൻ വയ്യ. എല്ലാവരും ജനങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ ആ ഒരു ഡയലോഗ്. വെറുതെ അനുമോൾ അങ്ങോട്ട് അടിക്കുമോ? ജനങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ എന്ന് എന്തെങ്കിലും ചിലപ്പോൾ ഉണ്ടായിരുന്നായിരിക്കാം. അപ്പം ഇതൊക്കെയാണ് കേട്ടോ ഇപ്പം രാവിലെ സംഭവിച്ചത്. ഞാൻ ഇനി ബാക്കി പോയി ലൈവ് കാണട്ടെ. ഗംഭീരമായിട്ടുള്ള എന്തോ സാധനങ്ങളൊക്കെ നടക്കാൻ പോവാണ്. പോയി കണ്ടിട്ട് ബാക്കിയുള്ള അപ്ഡേറ്റ്സ് അടുത്ത വീഡിയോയിൽ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാം. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്.